പൊൻകുരിശുള്ളൊരു തിരുമലയാറ്റൂർ പള്ളി കണ്ടല്ലോ അർത്തുങ്കൽ പള്ളിപ്പെരുന്നാൾ കൊണ്ടാട്ടം. പഴമൊഴിയും പുതുവഴിയും പൂമ്പുഴയും താഴ്വരയും കാണാമറ കണ്ടു മറഞ്ഞൊരു പെരുമലയേറി കേറിപ്പോകാം. കണ്ടല്ലോ പൊൻകുരിശുള്ളൊരു തിരുമലയാറ്റൂർ പള്ളി കണ്ടല്ലോ അർത്തുങ്കൽ പള്ളിപ്പെരുന്നാൾ കൊണ്ടാട്ടം. കാണാൻ പോകണ പൂരം കൊടിയേറി
കുത്തണ പുലിയുണ്ട്. പേടിയുണ്ടോ? കൂട്ടുവേണോ? പേടിയാണെ കടുകു തുളച്ചിട്ടുള്ളിൽ കേറി ഒളിച്ചോളൂ. പേടിയില്ലേ ഞങ്ങളുടെ കൂടെ കൂട്ടിവരേക്കും പോന്നോളൂ. കണ്ടല്ലോ പൊൻകുരിശുള്ളൊരു തിരുമലയാറ്റൂർ പള്ളി. കണ്ടല്ലോ അർത്തുങ്കൽ പള്ളിപ്പെരുന്നാൾ കൊണ്ടാട്ടം. ൂട്ടിയിലെത്തും നേരത്ത് കൊച്ചുവെളുപ്പാകാലത്ത് കുതിരപ്പന്തിയിലോടാനോങ്ങണ കൂറ്റൻ കുതിരപ്പട കാണാം. ആനയുണ്ട്, തടാകമുണ്ട്. കുളിരാണെങ്കിൽ കമ്പിളി മൂടിക്കേറി ഒളിച്ചോളൂ. പേടിയില്ലേ ഞങ്ങളുടെ കൂടെ കാട് കാണാൻ പോന്നോളൂ. എന്തെങ്കിലും പറ്റിയോ? ദൈവാധീനം കൊണ്ടൊന്നും പറ്റില്ല. നമ്മുടെ വണ്ടിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചേ. അത് തന്നെ ഞാനും പറഞ്ഞേ. ആഹാ, ഇവിടെ 12 വീടുണ്ട്. അതിലേറ്റവും നല്ല പോർഷനാണിത്. സ്ഥല സൗകര്യം കുറെ കൂടുതലാണ്. വരൂ വരൂ വരൂ, ഇങ്ങോട്ട് വരൂ വരൂ. ഇതാണ് ഹണിമൂൺ കോട്ടേജ്. ചേട്ടനത് ആവശ്യം. ഹണിമൂണിന് ഞങ്ങൾ അടുത്ത കൊല്ലം വരാം. എന്നാലും വാടക ഇത്തിരി കൂടുതലല്ലേ എന്നെ? എന്തേ? ചേട്ടാ ഇത് സീസണാണ്. അപ്പൊ ഇത് ഊട്ടിയല്ലേ? ഊട്ടി തന്നെ, ഊട്ടിയുടെ സീസണാ. എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വരിക. വിലക്കല്ലല്ലോ ഞാൻ ചോദിച്ചേ, വാടകയ്ക്കല്ലേ? പരാതി എന്തുണ്ടെങ്കിൽ 1 എഴുതി തന്നാ മതി, ഞാൻ മുതലാളിക്ക് എത്തിക്കാം. ആരാ അതിന്റെ മുതലാളി? രാമസ്വാമി നായക്. നായ? രാമസ്വാമി നായക്. എന്താ അയാള് മിലിട്ടില്ല? അല്ല, രാമസ്വാമി നായക്കൻ. അങ്ങനെ ഇപ്പൊ ഹോളണ്ടില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇറങ്ങിയപ്പോ ചെയ്താൽ മതി. മോളെ ആ നമ്പർ ഒന്ന് നോട്ട്. നമ്പർ എത്ര? നമ്പറില്ല, ചേട്ടനെന്നെ വിളിച്ചാൽ മതി. ഉളിക്കിട്ടുണ്ടോ? കുളിക്കണ്ട? ഇല്ലപ്പാ, കുളിക്കുന്നില്ല, ഊട്ടല്ലേ. തണുപ്പാണിത് മോനെ. ആ കുട്ടിക്ക് വേദനിച്ചുട്ടോ. ചേട്ടാ ചേട്ടാ, സോഡ. സോഡയാ? സോഡ. അതെന്താ ഊട്ടിൽ നല്ല വെള്ളം കിട്ടില്ലേ? ഊട്ടിയിൽ അസുര വെള്ള. പിന്നെ ഇതിനെ സോഡ? ഈ സോഡ ഇങ്ങനെ ഒഴിച്ച് കുറേശ്ശെ 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 കുടിച്ച്. സോഡ? ആ സോഡ. 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 അപ്പൊ അതിന്റെ ആളാണല്ലേ? ഊട്ടിയിലും തണുപ്പല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താനൊരു കാര്യം ചെയ്യും, ആ വണ്ടിക്കകത്ത് തന്നെ പെട്ടി സാധനങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ എടുത്തിട്ട് വാ. അപ്പൊ സോഡ ഓടോ. ആ, ചാവി 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 ചാവി. ചാവി ചാവി. ഇയാളെ ആള് ശരിയല്ലേട്ടാ. പിതാവിന്റെ ഓടക്കൊല്ലും പിടിച്ച് സൂത്രക്കാരൻ ഇവിടെ നിൽക്കല്ലേ? ദേ, ഞാനും ഈ കുരിശും തമ്മിൽ ചെറിയൊരു ഏർപ്പാടുണ്ട്. ബുദ്ധിമുട്ടാവില്ല? എന്താ? ആ, അന്നേ നീ കുളിക്കണില്ലേ? ഞാൻ നാളെ കുളിച്ചോളാം. അയ്യോ, എന്തൊരു തണുപ്പാ. എടേ, ഇന്ന് തിങ്കളാഴ്ചയാ, നീ കുളിക്കുന്ന ദിവസം. ഓ, ഊട്ടിയിൽ 2 ആഴ്ചയിലിരിക്കും മതി കുളിയൊക്കെ. എന്ന് ബൈബിളിൽ പറഞ്ഞെന്താ? ബൈബിളിലാണോ ഖുറാനിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ദേ,
നിന്റെ ഈ പുറത്ത് അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് നീ ഒന്ന് മെലിഞ്ഞ് സുന്ദരിയാവാനല്ലേ ഞാനീ പറയണേ. നിങ്ങൾ എവിടേക്കാ? നല്ല ഐസ് പോലത്തെ ചൂടുവെള്ളം ഉണ്ട്, പോയി കുളിച്ചേ. ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കുളിച്ചോളാം. പേലൊക്കെ മാറിയിട്ട്. ഉവാ, അവരെ ഈ തണുപ്പത്ത് കുളിപ്പിച്ച് പനിയൊന്നും വരുത്തി വെക്കണ്ട. അവര് രക്ഷപ്പെട്ടു, നമ്മളും. അതെ, വെള്ളത്തിന് നല്ല തണുപ്പാ. ഞാൻ ഇപ്പൊ പോയി നോക്കിയതാടി. ഇനി ഇപ്പൊ ഏതായാലും കുളിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആലോചിക്കാന്നേ. വേണ്ട, വയസ്സുകാലത്തൊരു ശൃംഗാരം. ദേ, ഇവിടെ പാരുമില്ല, നല്ല സമയം. പണ്ടാറില്ലല്ലോ, പിള്ളേരിപ്പോ വരും. അവര് പ്രകൃതി ഭംഗി കാണാൻ പോയിരിക്കില്ലടി. നീ ഒന്ന് അടങ്ങി. വിട്ടേ. എന്ത്? വല്ല ധർമ്മക്കാരാവും ഇല്ലടി? അല്ലല്ല, പിന്നെ മനസ്സിലായില്ല. ഞങ്ങൾ അടുത്ത പോർഷനിൽ താമസിക്കാമെന്നവരാ. ഹണിമൂണാ? അതെ, അതിന്റെ കീ നിങ്ങളുടെ താക്കോലിന്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ ഹണിമൂണിന്റെ കീ എങ്ങനെയാ ഞങ്ങളുടെ കയ്യിൽ വരിക? സീസർ പറഞ്ഞയച്ചതാ. സീസറോ? അതെ. അവൻ അങ്ങനെ പറഞ്ഞോ? അവൻ ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞേ? അവൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. വിളിച്ചു ചോദിക്കാം. സീസർ, സീസർ, വരട്ടെ 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 വരട്ടെ, ചോദിക്കാം. ആളെത്തിലോ? നീ ഇവരോട് എന്തെങ്കിലും പറഞ്ഞോ? നീ എന്തോന്നും മിണ്ടാത്തെ? അയ്യോ, ഇദ്ദേഹമല്ല, വീടിന്റെ ആളാ. അയാളുടെ പേരും സീസർ എന്നാ. ഇതെന്തപ്പോ ഈ പട്ടിക്കും മനുഷ്യനൊക്കെ ഒരേ പേര്? അന്നെ ആ ചാവി എടുത്തിട്ട്. എന്താ പേര്? ക്രിസ്ത്യാനിയാണോന്നറിയാനാ. ഞാൻ ശ്രീരാമൻ. അപ്പൊ ഇത് സീരി ആയിരിക്കില്ലേ? അല്ല, ഇന്ദുലേഖ. ആ, എന്റെ പേര് പൗലോ, ഇത് അന്ന. എന്താ പിടിച്ചോ, ഇനി സമയം കളയണ്ട, പോയിക്കോ. വാ. എന്തൊരു ശേല അല്ലേടി എന്നെ കൊണ്ടുപോയില്ലേ നീ? ബോറടിച്ചു തുടങ്ങിയ ഈ ഒരെണ്ണം കൂടെ ഉള്ളൂ. ഉണ്ണിമാഷനാണ്. എന്തുവിനറിയില്ലല്ലോ ഉണ്ണിമാഷനെ. കല്യാണത്തിനുണ്ടായിരുന്നു. ബ്രഹ്മചാരിയാ. പക്ഷെ ഇത്രയും നല്ലൊരു രസികനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആശാൻ പറയുന്നത് ഞാനൊരു ഡയറി തയ്യാറാക്കണമെന്നാണ്. വിവാഹത്തിന്റെ അന്ന് മുതൽ 1 വർഷം വരേക്കുള്ളത്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് അവനെടുത്ത് വായിക്കുക. വിവാഹം കഴിച്ചത് ഒരു ആന മണ്ടത്തരമാണെന്ന് അപ്പ തോന്നുമത്രേ. പക്ഷെ എനിക്കങ്ങനെ തോന്നാൻ വഴിയില്ല കേട്ടോ. ലവ് മാരേജിനെ പറ്റിയുള്ള മൂപ്പരുടെ തിയറി അറിയൂ. ന്യൂട്ടൺസ് ലോ പോലെയാണ്. എത്ര വേഗത്തിൽ അടുത്തുവോ അതേ വേഗത്തിൽ അകലുമെന്ന്. ഈ ഫോണെ കളിക്കുന്ന എന്തിനാ നമ്മളെ പട്ടിണി കൊണ്ടുവരുന്നത്? വാ 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 വാ. എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ട്. കുട്ടികൾ ഇപ്പോഴാ വന്നത്. ഇത് ഉക്രു, എന്റെ ഇളയ സന്താന. അല്ലടാ മോനെ? ഹലോ. ആ, ഇത് കറിയാച്ചൻ, ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കുന്നത്. ഡോൺ ബോസ്കോ. ഇത് സോഫി. നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യും. TV ഓൺ ചെയ്താ വേണ്ട, നീ ഇപ്പൊ TV ഓൺ ചെയ്യണ്ടാ. ഇത് സീസർ, ക്രിസ്ത്യാനി പട്ടിയ. ഇത് ശ്രീരാമൻ ആൻഡ് ഇന്ദുലേഖ, ഹണിമൂൺ കപ്പിൾസ്. മതി 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 മതി. അന്നയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. വലിയ തറവാട്ടുകാരിയാ, കൊളുവൻ. വീട്ടുപേരാ. വെറുങ്കുളുവനല്ല, വാപ്പാലശ്ശേരി കുളുവൻ. എന്റെ മൂത്ത ആങ്ങളെ അങ്ങ് അമേരിക്കയില്. അവരെ നമുക്ക് അമേരിക്കയിൽ തന്നെ കൂച്ചിടാം, ഇങ്ങോട്ട് കിട്ടിയിരിക്കണ്ട. നിങ്ങൾക്ക് അവനെ കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. ശ്രീരാമൻ എന്താ ജോലി? അധ്യാപകന് കോളേജില്. വാദ്യാര. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെന്ന് ചോദിക്കാം. സീതയ്ക്കോ? സീതയല്ല, ഇന്ദു. ജോലിയൊന്നും ആയിട്ടില്ല. വേണ്ട, എന്തിനാ വെറുതെ ജോലി ചെയ്യണേ? ഒരാൾക്ക് പോരെ ജോലി. ഇനി എനിക്കിപ്പോ എന്താ ജോലി എന്നായിരിക്കും. അന്ന മേച്ചോർസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അതെന്റെയാ. ആനമാർക്ക് തീപ്പെട്ടി. കുന്നംകുളത്തുനിന്ന് വടക്കാഞ്ചേരിക്ക് പോകുമ്പോ റോഡിന്റെ വലതുവശത്ത് കാണാം അന്ന മാച്ച് വർക്ക്. എപ്പോഴെങ്കിലും ആ വഴിക്ക് വരുമ്പോ അവിടെ ഒന്ന് കേറുക. വിരുന്നുകാരെന്ന് പറഞ്ഞാ എന്റെ കുട്ടികൾക്ക് ജീവനാ. അതെ അതെ. വേറൊന്നുകൊണ്ടല്ല, വിരുന്നുകാർ വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു വിളമ്പി കൊടുക്കൂലോ,
അപ്പൊ ഇവർക്കും ഞഞ്ഞിട്ട് പൂശാം അതന്നെ. എന്റെ കുഞ്ഞുങ്ങളായോണ്ട് ഞാൻ പറയല്ല, ആ. ഇത്രയും അനുസരണയും ഭക്തിയുള്ള അതെ. കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ, എന്താണ് പട്ടി ഇതോടുകൂടി ഞാൻ സോറിട്ടാ ദോഷം വരുത്തിരിക്കാൻ എന്റെ സകല മൂടും പോയി. ശ്രീരാമ, നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് പോ, ഞാൻ പിന്നെ വരാം. ഇവരോട് നാല് വർത്താനം പറയാം. നമ്മൾ അവരുടെ വീട്ടിലല്ലേ വന്നിരിക്കുന്നേ. അയ്യോ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ ഈ ബംഗ്ലാവിനെ ഈ പിശാചുകൾ തീ വെക്കും. മറ്റേ കാര്യം പറഞ്ഞില്ല. നിനക്ക് വിശക്കുണ്ടോ? അതല്ല, അവര് ആഹാരത്തിന് വിളിക്കുന്ന ആ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഉച്ചക്കല്ല, എന്നും. എന്നും. ഇന്ന് ഉച്ചയ്ക്കല്ല, എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ആ, ചെല്ലു കള്ളന്മാരൊക്കെ പോട്ടെ. വന്നേ. ചെല്ലു. എന്തുണ്ട് നിന്റെ വല്ലതും പോയിട്ടുണ്ട്? ഞാൻ ഒറ്റ ചവിട്ട്. സോറി ട്ടാ. പണ്ട് പഠിക്കുന്ന കാലത്തും പിന്നെ കുട്ടികളുമായി ടൂറിന് വരുമ്പോഴും ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. സുന്ദരിയായ ഭാര്യയുമൊത്ത് ഇവിടെ ഇങ്ങനെ നടക്കുക. ലേശം പൈങ്കിളിയാണെങ്കിലും സംഭവം രസകരമല്ലേ? ഇന്ദുവിനറിയൂ, പെണ്ണ് കാണാൻ ഞാൻ വന്ന ദിവസം സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അമ്മയെ തൃപ്തിപ്പെടുത്താൻ ഒരു ചടങ്ങ് കൂടി, അത്രേ വിചാരിച്ചുള്ളൂ. കല്യാണത്തിന് സമ്മതിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു. എന്റെ മനസ്സ് അമ്മയാണ് മാറ്റിയെടുത്തതെന്നാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ക്രെഡിറ്റ് അമ്മ എടുത്തോട്ടെ. മാത്രമല്ല, പെണ്ണിനെ കണ്ട് ഞാനങ്ങ് വീണു എന്നാരും പറയരുതല്ലോ. അങ്കിളിനെ പിടിക്കാം നമുക്ക്. അല്ല ആളാ, നിങ്ങളെയൊക്കെ അന്വേഷിച്ച് എവിടെയൊക്കെ തിരക്കിന്നറിയോ? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നെ ഇവരൊക്കെ പിടിച്ച് നേരെ നിർത്തി. ശ്രീരാമനും സീതയും നടുക്ക് നിൽക്കട്ടെ. ഊട്ടി വന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിക്ക് വരുന്നേ? ശ്രീരാമൻ കൈ സീതയുടെ തോളത്തിട്ടോ? കുഴപ്പമില്ലെന്നേ. അന്നെ നിന്നിപ്പൊ കണ്ട സീതയുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്തൊരു സാമ്യ. ഉക്രു, നിന്റെ നിക്കറും നേരെ ഇട്ടേ, ഒക്കെ പുറത്ത് കാണണ്ട. ഈ ചെക്കൻ എന്തൊക്കെ വട്ടപ്പാലം തിരിയണേ? ഏനടുത്ത് അന്നെ ഒന്നുകൂടെ ചേർന്ന് നിന്നേ. നിന്നെ കൊള്ളില്ലടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്കിളെ, ക്യാപ്പ് എടുത്തില്ല. ഓ സോറി. അതല്ല, ക്യാമറയുടെ ക്യാപ്പ്. എന്തിനത്? ഓടി വിടുന്നു. കളിയാക്കണവരെ ദൈവം ശിക്ഷിക്കും. എന്റെ ഈശോയെ, പുതിയ ക്യാമറ ആയിരുന്നു. വന്നേ വന്നേ. കാണുന്നില്ലല്ലോ. അല്ല, അങ്കിള് നീന്താൻ അറിയോ? അത് ഞാൻ നീന്തലൊന്നും അറിയത്തില്ല. ആ, കൈ കാണുന്നുണ്ട്. എന്റെ ക്യാമറ എന്തിയേ? ക്യാമറ നിന്റെ അപ്പൻ. ആരെങ്കിലും എന്റെ കൈ ഒന്ന് പിടിച്ചേ. സ്നേഹിത, വലിച്ചോ. എന്റെ കർത്താവേ, എന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അല്ലാണ്ട് വീഴാൻ വഴിയില്ലല്ലോ. സാർ, എന്നാ സാർ? ഇതേതാ ഈ ശവം? തണ്ണിൽ ഏതാവത് വിളുന്തരിച്ച സാർ? തന്നെ അടിച്ച് നിന്റെ അപ്പനുണ്ടാ? സാറേ, ഞാൻ മുങ്ങൽ വിദഗ്ധനാ. വെള്ളത്തിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങി എടുത്തു തരും. ദൈവം കാണിച്ചെന്ന ആളടി. നീ മുങ്ങും. അതിനല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഒരു ക്യാമറ വീണിട്ടുണ്ട്, മുങ്ങി എടുത്തു തരുമോ? പിന്നെ ക്യാമറ അല്ല, ശവത്തെ വേണമെങ്കിൽ ഞാൻ മുങ്ങി എടുത്തു തരും. ശവം വേണ്ട, ക്യാമറ മതി. അഡ്വാൻസ് വേണം. അഡ്വാൻസ് അവസാനം തന്നാ? അഡ്വാൻസ് ബസ്സിൽ വേണം. കൊടുക്കുന്നേ. എത്രയാ? 100 രൂപ. 100 രൂപ? അത് വളരെ കൂടുതലാണോ? ഇതാ, ഇത് 50 രൂപയുണ്ട്. ബാക്കി ഞാൻ പൊങ്ങുമ്പോ തരാം. മുങ്ങിക്കോ. എന്തേ? ആ ചെല്ലു. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ആ, തണുത്തിട്ട് നിക്കാൻ പറ്റില്ലെന്നേ. ഉള്ള എമൗണ്ട് കിട്ടാതെ ഒരു മനുഷ്യന് വേണ്ടി ലേക്കിൽ ഇന്ന് വരെ മുങ്ങിയില്ലാന്. ഇത് നാട്ടുകാരായി പോയില്ലേ? ഇത് ചെയ്യും.
ഇയാളെന്താ ചാവാൻ പോവാണോ? ഞാൻ പിന്നാക്കം ചാടി, ഇയാള് മുന്നാക്കം ചാടിയല്ലേ? മിടുക്കനാ. ചത്തത്. ഈശോ, കാണുന്നില്ലല്ലോ. മുങ്ങിയ അതിപ്പോ നമ്മൾ കണ്ടതല്ലേ? അതല്ലെന്ന്, ക്യാമറയുമായി മുങ്ങിയോന്ന്. മുങ്ങൽ വിദഗ്ധനല്ലേ? ക്യാമറ പോയെങ്കിൽ പോട്ടെ, ജീവൻ പോയ കഥയുണ്ട്. കേട്ട ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഭയങ്കര. ഇച്ചായം കള്ളക്കഥ പറയാൻ തുടങ്ങുന്നു. പോടി അവിടുന്ന്. സാരമില്ല, അങ്കിള് പറഞ്ഞു ഒരു കഥ കേൾക്കാൻ പറ്റിയ കൂടാ. അങ്ങനെ പറ. പക്ഷെ ഇതൊരു കഥയല്ല, നടന്ന സംഭവ. അപ്പാപ്പൻ മരിച്ച വിവരം കുമളിയിലുള്ള വല്യപ്പനെ അറിയിക്കാൻ പോണം. അന്ന് ആരും അതിന് തയ്യാറല്ല. എന്റെ ചെറുപ്പത്തിൽ നോക്കുകൊണ്ട് ഞാൻ എന്റെ ബുള്ളറ്റും എടുത്ത് തിരിച്ചു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടിക്കാനം മുതൽ കുമളി വരെ അന്ന് നല്ല കാടാ. നട്ടുച്ചയ്ക്ക് പോലും കൂരിരുട്ട്. ഏതാണ്ട് രാത്രി 11:45 ശ്മശാനത്തിനടുത്തെത്തി. പണ്ടെങ്ങാണ്ട് ഏതോ ഒരു സായിപ്പ് ജീപ്പോടുകൂടി ആ കൊക്കയിലേക്ക് മറിഞ്ഞുത്രേ. ആ സായിപ്പും ജീപ്പും രാത്രികാലങ്ങളിൽ അതിലേ പോകുന്നവരെ ശല്യം ചെയ്യാറുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടും മരം കൂച്ചുന്ന തണുപ്പും മൂടൽ മഞ്ഞുകൂടി ആയപ്പോ പിന്നെ പറയുകയും വേണ്ട. തൊട്ടുമുമ്പിൽ എന്താണെന്ന് ഒരു പിടിയില്ല. ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്നൊരു വെളിച്ചം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് ബൈക്ക് നിന്നു. ആരോ പിടിച്ചു എന്റെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കറുത്ത ജീപ്പും മുമ്പനായ ഒരു സായിപ്പും. ഒരു നിമിഷം ഞാൻ ഗീവർഗീസ് പുണ്യാളിനെ മനസ്സിൽ ധ്യാനിച്ചു. കിക്കറിൽ ഒറ്റ ചവിട്ട്. ബൈക്ക് സ്റ്റാർട്ടായി. ഞാൻ വണ്ടി തിരിച്ചുവിട്ടു. തൊട്ടുപുറകെ സായിപ്പിന്റെ ജീപ്പും. ബൈക്ക് 80, 90, 100, 120. വളവ് തിരിഞ്ഞു. അതേ കറുത്ത ജീപ്പ് എന്റെ തൊട്ടു മുൻപിൽ എനിക്കെതിരെ. രണ്ട് തീക്കട്ട പോലെ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് എന്റെ കണ്ണ് ചിമ്മി. നീ എന്തിനിപ്പോ കൈ പൊക്കി? നീ അങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട് കൈ പൊക്കണ്ടാട്ടാ. ഔട്ടാ ഔട്ടാ. എങ്ങനെയുണ്ട്? എന്നെ എൻകറേജ് ചെയ്യുമോളെ? തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ തീക്ക് ഔട്ടാ. ഓക്കെ. സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. തരില്ല കേട്ടോ. അതൊക്കെ നിന്റെ അപ്പന്റെ സ്വഭാവല്ലേ? റെഡി? പൊൻപൊടി തൂവിയ പുലരിത്താരം തേടി മഞ്ചാടി പീലിയൊതുക്കിയ പൂവാലി കിളിപ്പാടി കാകളിലേ മൂളുമ്പോൾ താനേ നാടുമ്പോൾ സോറി, വെരി വെരി സോറി. ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല. പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല, ഇങ്ങോട്ട് യാത്ര പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അയ്യോ, നിങ്ങൾ ഊട്ടിക്കാണ്ട് 1-2 പ്രത്യേക സ്ഥലങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അത് കാണാൻ പോവാ. സാർ അങ്ങോട്ട് കയറിട്ടെ. ഹണിമൂൺ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹണിമൂൺ ഫോറസ്റ്റ് നല്ല കാട് ഊറ്റാക്കൂരി. അങ്ങോട്ട് കയറിട്ടെ. സരി. ആ പോവാ. ഞാൻ കയറിയില്ല.
അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ്മാനായിരുന്നു. ഇപ്പെല്ലാം പൊട്ടി പൊളിഞ്ഞ് താറുമാറായിപ്പോയി. പക്ഷേ സീസണായി. അതാ കുതിര 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 കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മളെ നാട്ടില് കുതിരയല്ല, പോളിക്കുതിര എന്ന് പറയും. വളരെ ഷോർട്ടായിരിക്കും. ഷോർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീട്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാം. വേണ്ട, പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് 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 കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, നിർത്ത്. ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട്. ഇന്നിറങ്ങാം. മെല്ലെ 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 സൂക്ഷിച്ച്. ഞാൻ കൈ പിടിക്കാം. അത് വേണ്ടല്ലേ? കല്ല് കല്ല് കല്ല്. സാറ് അതിലിറങ്ങി സാറേ. വരി വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത് വീഴരുത്. അങ്ങനെ ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വ സ്ഥലവും എനിക്കറിയാവുന്നതല്ലേ. ദേ ബോട്ടാനിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാത്? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അന്നയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവളെ അപ്പ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ല് കുളിച്ചിട്ട് വാ. ചെല്ലേ. നിക്ക് പാഞ്ചാരി പാറ. ദേ ഒറ്റ കല്ലിനെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ദേ ഇങ്ങനെ വരുത്. എന്താ എന്റെ കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ഇതിന്റെ നടുവിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ട് ഇപ്പുറത്ത് ഇയാള് പോയില്ലേ? എന്തേ? ദേ അന്നേ നിന്നിപ്പോ എന്തിനെങ്ങനെ കെട്ടിയിരുത്തേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്. കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇതിലെവിടേക്ക് പോയേ? ഓ, നിനക്കിപ്പോ സമാധാനായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാനറിയാം? ഇങ്ങനെയും ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒറ്റ അടിച്ചിട്ടുണ്ടല്ലോ. എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ രക്ഷപ്പെട്ടു. ഇത് ആന്റിക്കാ. ആന്റി തിന്നോ? ആന്റി പിന്നെ കഴിച്ചോളും. മോൻ പൊയ്ക്കോ. ഹൈ, ഈ മണം മാത്രം മതി, എന്തു വേണേലും കഴിക്കാം. അന്നെ അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. പോസ്റ്റൽ കട്ട്ലൈറ്റ് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്റെ മക്കളെ പ്രാർത്ഥിക്കട്ടെ. ഗ്രാൻഡ്, വണ്ടർഫുൾ. കഴിച്ചു നോക്ക്, നല്ല പന്നി നെയ്യിൽ ഉണ്ടാക്കിയതാ. എടുക്കുന്നേ. കുക്കിംഗ് പഠിത്തം ഇന്ന് തന്നെ തുടങ്ങിയാലോ? വേണ്ടടി അന്നെ, നല്ല മുഹൂർത്തം നോക്കി രാഹുകാലത്തിന് തുടങ്ങാം. അത് ശരിയാ. ഞാൻ എന്റെ അന്നയെ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മാസം തികയുന്ന ദിവസം
എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. അല്ലേ എന്ത് പാവാന്നറിയത്? അന്ന് ഈ പോസ്റ്റൽ കട്ട്ലേറ്റ് എന്റെ ജ്യേഷ്ഠന് കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും കാല് കുത്തിയിട്ടില്ല. അവളിത് പന്നിനെയിലല്ല പട്ടിനെയിൽ ഉണ്ടാക്കി തരും. മോന് വേണ്ടെങ്കിൽ അത് തുപ്പിക്കളാ. മക്കളെ പിന്നെ വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൽ വന്നില്ല കേട്ടോ. അവൾ ഇനി എന്തൊക്കെയാണ് അവൾ ഉണ്ടാക്കിക്കൊണ്ടേ? ഏയ് ഒന്നുമില്ലടേ. അത്താഴ പട്ടിണിയായി. പുറത്തൊന്നും എല്ലാം കഴിച്ചാൽ മതിയായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും നന്നായിരുന്നു. നാശം. ആ പോസ്റ്റൽ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് നാക്കിന്ന് മാറുന്നില്ല. എന്തിനാ ചാടിക്കറി കഴിച്ചേ? ആ ഇതിപ്പോ ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? കട്ട്ലേറ്റ് കടിച്ചപ്പോ എക്സ്പ്രഷൻ കാണുന്നായിരുന്നു. അതങ്ങ് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ? എടി എന്നെ ഇങ്ങോട്ട് വരാൻ. എടി ഇങ്ങോട്ട് വരാൻ. അതാ പിടിച്ച് കടിച്ച് ചത്തുപോകുന്നു. എടി എന്നെ ഇങ്ങോട്ട് വരാൻ. വരാൻ ഞാൻ നീ 300 ഓണം ഇൻജക്ഷൻ ചെയ്യാൻ. എന്താ എന്നെ ഇവിടെ വരാൻ. എന്താ ഉണ്ടായി? കാട്ടുപോട്ടെ. എന്ത് പറ്റി? എനിക്കിപ്പോ രണ്ടാണെന്ന് അറിയണം. വാറ കൊടുക്കുന്നത് അവനോ ഞാനോ? കാര്യം പറ. എന്താടി വവ്വാല് വവ്വാല്. ആന ഇവിടെ ഇരിക്കുന്ന തോക്ക. പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരമൊന്നും വേണ്ട. എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറെ ആയി. എന്ന് വിചാരിച്ച് തണുപ്പത്തിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചിട്ടില്ല. ഞാനും കൂടെ വരാം. വേണ്ട താനോട് നിൽക്ക്. എന്തിരിട്ടത് പേടിയാവോ? എന്തേ? ശ്രീരാമനോട് വന്നേ. ഒന്നും ഉണ്ടായിട്ടില്ല. തനിക്കൊരു കൂട്ട്. ഇങ്ങടാ പോണ്ടേന്ന് കണ്ണൂടെ വിചാരിക്കുന്നു. ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോവാണോ? ആ നിങ്ങളിവിടെ നിൽക്ക്. ഞങ്ങൾ അവനെ എടാ അങ്ങനെ പോവാന്ന് ഇതിന് മക്കളെ പ്രാർത്ഥിക്കട്ടാ. ആ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കൊന്നിട്ടുണ്ടോ ചങ്ങാതി? പേടിച്ചോടി. എവിടെയാണവൻ? ആര്? നിന്റെ അളിയനാ? വവ്വാൽ. അതെവിടെയെന്ന് നോക്കാൻ. പട്ടിയുടെ മോനെ. എടാ അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണൊരു എവിടെ? ഓലെവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക് ആരെ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? വീട്ടിൽ കയറിയിട്ടാണ് കേട്ടവൻ. അടിക്ക് എവിടെ? അയ്യോ തലേന്ന് മുമ്പേ തൊപ്പി ഊരി അന്നലെ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ ലൈറ്റ് കളഞ്ഞു. അതിന് ഞാൻ അടിക്കടോ. മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരെ മിസ്? ഇതെന്താ എന്റെ നെഞ്ഞത്തേക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നത് അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈയ്യട പറഞ്ഞ ഒന്നും പറഞ്ഞു. പോയത് പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. വരുന്നു. അതെ എനിക്കൊരു കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? വവ്വാല് ചത്തു. വവ്വാല് ചത്തു. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാം. അന്നോട് ഇരിക്കട്ടെ. ക്യാമറ. ഇതിനെന്താ വില? നിക്കടോടെ എന്താ വില ഇതിന്? 350 റുപ്യ. ഈ പഴയ ക്യാമറയ്ക്ക്
അതെ, പുതിയ 1000 കൊടുക്കണ്ടേ? ഇതില് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. ഇതിലോ? അതെ. അപ്പൊ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടാലോ? കളറും കിട്ടൂല. തന്നെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ. എനിക്കങ്ങനെ തർക്കിച്ചിക്കാണ്ടല്ല. അതെന്താ, തനിക്ക് ബാങ്കിൽ വല്ല പണി? ബാങ്കിലെ പണിയല്ല, ഇത് മാത്രല്ല അനവധി സാധനങ്ങൾ വേറെ കൊണ്ട് വിൽക്കാനുള്ളതാ. ഇതുപോലൊരു ക്യാമറ എന്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ഇവിടെ നിൽക്കേ, ഇതിന്റെ ശരിയായിട്ടുള്ള വില എന്താ? 300 റുപ്യ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 250 രൂപ വരട്ടെ. ഇതിന്റെ പകുതി തരാം. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ പകുതി കൂടി തായോ. നിങ്ങളെ ക്യാമറ കൊണ്ടോട്ട് വേറെ പണിയുണ്ട് ഇവിടെ. ക്യാമറ നിക്ക് 5 വരെ എണ്ണുന്നതിനകത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരും. വണ്ടി കേറിയ പിന്നെ ഞാൻ ഇറങ്ങില്ല. ഇറങ്ങണ്ട. അല്ല, ഈ 5 എന്നുള്ളത് 10 പേരാക്കിക്കൂടെ? അപ്പൊ വെറുതെ വരും. അല്ല, അതിനടുക്ക് വേറെ ആരും വന്നാലോ? 1 2. ഹലോ, എന്നെ വിളിച്ചു. ക്യാമറ എന്നെ വിളിച്ചു വന്ന്. ആര്? ഞാൻ ക്യാമറ വിളിച്ചതാ. കളിയാക്കാൻ. ഹലോ, ആർക്കും വാങ്ങ, ആർക്കും വാങ്ങ. ഹലോ സാറേ, എന്താ നഷ്ടാണ്, എന്നാലും വേണ്ടില്ല, കാശ് കൊടു. ഈ ക്യാമറയുടെ കവർ അവിടെ പോയി? കവറോ? മുങ്ങിക്കിട്ടിയ സാധനത്തിന് കവറും കോപ്പൊക്കെ ഉണ്ടാവോ? മുങ്ങിക്കിട്ട്. പിന്നല്ലാതെ കസ്റ്റംസിനെ കണ്ട് കള്ളക്കടത്തിന് കടലിൽ താത്ത സാധനമാണിത്. ഞാൻ ഇതിന് കവർ എടുത്തു കൊടുക്കാൻ. അന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്യാമറ തന്നെ കിട്ടി. എന്താ ഈ ഊട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ക്യാമറ വളരെ ചീപ്പാണ്. പിള്ളേര് കിടന്ന് വെള്ളം എന്താ പട്ടിണി ഇരുന്ന് വന്നതാ. കോഴി ആദ്യമായിട്ട് ഇവിടെ നിന്റെ കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ കോഴി ചാവും. ഒന്ന് മയറ്റി പിടിക്കുന്ന കുതിരെ. ഇത് വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആദ്യം നീ പേടി എന്തിനാ? ആദ്യം നീ വെച്ചിട്ട് പിന്നെ ഞാൻ വെട്ടിയ വെട്ടിയേച്ചാ മതി. ഒരു കോഴിയെ കൊല്ലുന്ന കാര്യം. കോഴി ഒന്ന് ആത്മഹത്യ ചെയ്താൽ മതി. ഈ കോഴി എന്താ എന്നോട് ഇങ്ങനെ പെരുമാറണേ? കോഴി പെരുമാറുകയെ ഈ കോഴിയെ വെട്ടുന്നൊക്കെ ഇത്ര വലിയൊരു പ്രശ്നമാക്കാൻ പാടണ്ട. സ്ഥിരമ പറ്റാൻ പറ്റും. മിടുക്കനെ ഇവനെ ഞാൻ കുന്നംകുളത്ത് കല്യാണത്തിന് കോഴിനെ അത്തിക്ക് മൂർച്ചുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വെള്ളം വെച്ചോക്കട്ടെ, വെള്ളം വെച്ചോട്ടെ. ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഇതല്ല പണി മോനെ, അത് തള്ളയ്ക്ക് മനസ്സിലായിട്ടില്ലേ? ആ, നാളെ കോഴിനും ഒരു പോർക്കും ഒരു ആനക്കുട്ടിനും മേടിച്ചാണ്ട് തരാം. തിന്നാല ഓരോരുത്തരന്മാര് നടക്കുക. ആ വാ നോക്ക്. ആന്റി ഇവിടെ ഇരിക്ക. അത്താഴ റെഡി. കുരുമുളകൊക്കെ ഇട്ട് നല്ല എണ്ണയിൽ അസലായിട്ട് വറുത്ത് ചുവന്ന് കാണാൻ തന്നെ എന്ത് രസാണെന്നറിയോ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. വേണ്ടേ? എനിക്ക് നല്ല സുഖമില്ല. എല്ലാരും അവിടെ കാത്തിരിക്കുക. ഞാൻ വരുന്നില്ലെന്ന് പറയേ. എന്താ പ്രശ്നം? ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, സുഖമില്ല. വേണ്ടെങ്കി വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്താ ഈ മൂഡ് ഔട്ടിന് കാരണം? ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കഴിക്കേ. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും വണ്ടി കയറിക്കോ. ശ്രീരാമ, ശ്രീരാമ, നീ എന്താ ഇവിടെ നിൽക്കണേ? എന്തേ അവിടെ ഒന്നും പറയാണ്ട? ഇല്ല. പിന്നെ എന്തിനാണ് എന്റെ ഇവിടെ കാണണേ? എന്റെ വീട്ടിട്ട് കയറുന്നതിന് ഇതെന്ത് ശല്യത്? എന്താ നിങ്ങള്? ആ ശ്രീരാമ, ഞങ്ങൾ വീട് പൂട്ടിയിട്ടില്ല, ഷോപ്പിങ്ങിന് പോവാണ്. കിച്ചണിൽ ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം. ഞാൻ നിന്നോട് എന്തോ പറയാൻ
ചാവാൻ പോവാ. ദേ കൊണ്ടുപോ, കൊണ്ടുപോ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? ഞാൻ ശരിയാക്കാം. ഇന്നലെ എന്തായിരുന്നു ഒരു പണിമുടക്ക്? പറയാൻ പാടില്ലാത്ത കാര്യമല്ലോ ആണോ? കോഴി വെട്ടാൻ പോയി. എന്തിനാ? പാവല്ലേ അത്? ഓ അത് ശരി, അത്രേ ഉള്ള കാര്യം. കോഴിമുട്ട വെട്ടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലേ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംഭവത്തിന് മുമ്പ് പറയണം. ആകപ്പാട് 7-8 ദിവസമേ ഇവിടെ ഉള്ളൂ. അതിങ്ങനെ മൂഡ് ഓഫ് ആക്കി കളയാനുള്ളതല്ല. എന്തേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അതെ, നിന്നെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ സീസർ എവിടെ? അതേ ടോമി ചേട്ടാ. ടോമിയാ? ആ, ഏത് ടോമി? ആ ചെത്തലപ്പട്ടി. ഏ? അതിന്റെ പേര് മാറ്റി. ആര് മാറ്റി? ഞാൻ മാറ്റി. എന്തിനു മാറ്റി? ചേട്ടാ, ചേട്ടനോട് വന്നതിന് ശേഷം നാട്ടുകാർ മുഴുവൻ സീസർ എന്നല്ല വിളിക്കുന്നത്. പിന്നെ? മതി 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 മതി. വേണ്ട വേണ്ട വേണ്ട. ഞങ്ങള് 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവല്ലേ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ പേര് വെച്ച് കിട്ടില്ലേ? ഇതെന്താ ഇതില്? എന്താ? സോഡ. പിന്നെ ആള് ശരിയല്ലാട്ടാ. ശരിക്കും മരത്തിൽ കൂടി ചാരി നിർത്തിട്ട് മഫ്ലർ കൂട്ടി ഒറ്റ ഇടിച്ചാലേ ശരിയാവുള്ളൂ. എന്ത് ഇത് പിന്നോട്ട് പോവാ? പണ്ടാരണങ്ങാൻ പിന്നെയും പിന്നോട്ട് പോണു. കുതിര അങ്ങോട്ട് തിരിച്ചു നിർത്തിയേ, എന്നാലത് ഓടും. അതൊന്നുമല്ല, എവനൊരു ചാവാളി സൈസാ. അവൻ അവന്റെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുക. ഓ പിന്നെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു ജന്തു. അന്നേ ഇങ്ങോട്ടൊന്ന് തിരിച്ചു നിർത്ത്. ആ ആ അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈശ്വരന പൗലോ. ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കിടന്ന് നോവൽ എഴുതാ. എന്തേ? ഇതിനടി കിടന്നോ? ആ, നല്ല തണലല്ലടാ. എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവൽ എഴുതിക്കോ, ഞാൻ ഇപ്പൊ വരാം. നീ ഇപ്പൊ എവിടേക്ക് പോണേ? ഇന്ദുലേഖനും ശ്രീരാമനും കാണാം. ബൈ 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 ബൈ. കാലെടുക്കണ കുറച്ച് നേരം. അവൻ വരുന്നുണ്ട്. ആര്? മറ്റവൻ പാര. സീസറോ? ഒന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? ഔട്ടിങ്ങിന് പോണ്ടേ? ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച 2 സ്ഥലം കൂടിയുണ്ട്. അതും കൂടി കാണാതെ ഹിന്ദുവിന് നല്ല സുഖമില്ല. എന്നാ നമുക്ക് ആശുപത്രി പോയതോ? ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെ തുറന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. കണ്ടാൽ അങ്ങനെയല്ലല്ലോ, മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച്. ഇതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയ പനിയല്ല. നമുക്ക് എന്തോ, ഞാനിപ്പോ വരാം, ഉടനെ വരാം. സീസർ, സീസർ, ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? എനിക്ക് എന്തൊരു ആശുപത്രി കൊണ്ട് നീ ഒരാളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണം. നീ പോയേ. ചേട്ടാ, അത് പ്രശ്നമാണ്. നീ പോവാൻ. ചേട്ടാ, സീരിയസ് ആണ്. നിന്നൊക്കെ ഏത് നേരത്തെ ജനിച്ചേ? 1944 കർക്കിടകം 14-ാം തീയതി മൂലം നക്ഷത്രം.
തേരിലണഞ്ഞു കാലം ചിന്തയിട്ടു മോഹം തേരിലണഞ്ഞു കാലം ചിന്തയിട്ടു മോഹം തീരമലിഞ്ഞ തടാകക്കരയിൽ തൊട്ടുതലോടി പാൽനുരകൾ ഇത്തിരി വർണ്ണം പൊൻവെയിലേകി കിളിയേകും മുതുമഴ പാറി കൈനിലയിൽ കൈവരിയിൽ കാറ്റിൻ മറുവിളി കേൾക്കേ പൈങ്കിളി തൻ മധുമൊഴികൾ വസന്ത കാതലേകി കൈകപ്പൂ പൊൻപൊടി തൂവിയ പുലരിത്താരം തേടി മഞ്ഞാടി ആത്മഹത്യാ മുനമ്പ് പേരങ്ങനെയാണെങ്കിലും ഊട്ടിയിലെ ഏറ്റവും ക്രൂഡ് ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണിത്. എനിക്കിങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാൻ സത്യം പറഞ്ഞ പേടിയാ. വേറൊന്നും കൊണ്ടല്ല, എന്നെ അവിടെ നിന്ന് എന്തോ ഒന്ന് ആകർഷിക്കുന്നത് പോലെ. ഒന്ന് ചാടിയാലോ ഒന്ന് മിന്നൽ പോലൊരു തോന്നലുണ്ടാവും. ഈ അഗാധതയുടെ സൗന്ദര്യത്തിലോ നിഗൂഢതയിലോ ആഴ്ന്നിറങ്ങുക. പിന്നെ ധൈര്യം സംഭരിച്ചാണ് പിന്തിരിയുന്നത് തന്നെ. ഇന്ദുവിന് അങ്ങനെ തോന്നാറുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ ഇവിടെ വരിക എന്നതിനേക്കാളേറെ ഇവിടെ വന്നതിന് ശേഷം അതിന് പ്രലോഭിക്കപ്പെടുക എന്നതായിരിക്കും ശരി, അല്ലേ? ഒരു പ്രാവശ്യം ഞങ്ങൾ ടൂറിന് വന്നപ്പോ നേരിട്ട് കണ്ടതാണ്. ഒരു പയ്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് മാറി എല്ലാരെയും സാക്ഷി നിർത്തി ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റച്ചാട്ടം. ആ നിമിഷം ഇന്നും മറക്കാനാവുന്നില്ല. ചിന്തിക്കാൻ രസകരമായ വിഷയമാണ് ആത്മഹത്യ, മരണം, ജീവിതം. ഇപ്പൊ തന്നെ നോക്ക്, നമ്മൾ രണ്ടുപേരിൽ ആരായിരിക്കും ആദ്യം മരിക്കുക? വേണ്ട, മതി, പോ. എന്തു പറ്റി? നമുക്ക് പോ. എടി, അന്നെ ആ മുരിങ്ങക്കറി ശ്രീരാമൻ കൊടുത്തേ. തമിഴ് സിനിമയൊന്നും കാണാറില്ലേ? മുരിങ്ങക്കറി ഇഷ്ടം പോലെ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കുക. മുരിങ്ങക്കായും ഉള്ളി ആഹാരം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആന്റി ഇപ്പൊ പറയുന്നു. അല്ലേ ആന്റി? വേണ്ട, അത് അവരുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും. പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടുരാമനായിരുന്നു. തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അപ്പാപ്പനെ ഒരു 100-150 വർഷങ്ങൾക്കും. പപ്പ 14ാമത്തെ പ്രാവശ്യം കഥ പറയുന്നത്. അതല്ലട മോനെ, പപ്പ ഇതിൽ പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ, അങ്ങനെ ഈ അപ്പാപ്പൻ പെട്ടെന്ന് മരിച്ചു. എന്താ ചെയ്യാ, പാവല്ലിടെ എന്നെ. കഴിക്ക്. അല്ല, ഈ മുരിങ്ങയ്ക്കും ഉള്ളിക്കും എന്താ ഇത്ര പ്രത്യേകത? അതിനിടയ്ക്കൊന്ന് ഉറങ്ങിയോ? കൈവിട്ടു. ഒന്ന് എണീറ്റേ, ഒരു കാര്യം പറയാം. ശല്യമില്ല. ഇച്ചായമല്ലെന്ന് കണ്ടോ? ശ്രീരാമനെ ഇന്ദുവിനെ ശ്രദ്ധിച്ചോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല എന്റെ ചങ്ങാതി. അതെങ്ങനാ? അതിനൊക്കെ എവിടുന്നാ സമയം? ചുമ്മാ കള്ളക്കഥയും പറഞ്ഞോണ്ടിരിപ്പല്ലേ ജോലി. എന്താന്ന് വെച്ച പറ. അവരത്ര സ്വരത്തിലല്ല. ഏത് സ്വരം? തമാശകളാ. ഇന്ന് വൈകുന്നേരം മുതൽ മുഖവും വീർപ്പിച്ചോണ്ടായിരുന്നു അതിന്റെ നടപ്പ്. അതിന്റെ മുഖം സാമാന്യം വീർത്തതാ. നീ വെറുതെ തെറ്റിദ്ധരിക്കുക. അതല്ല, 2-3 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇനി ശ്രദ്ധിക്കണ്ട, കിടന്നോ. ഇത് വലിയൊരു ശല്യമായില്ലോ. മുമ്പ് തന്നെ നിന്റെ ഈ പരദൂഷണം കൊണ്ട് കുഴിച്ചു. ഒരു ചോന്ന ബെന്നിട്ട് വന്നിട്ട് അവരുടെ മുഖം കൊണ്ടോ ഇവരുടെ മുഖം കൊണ്ടോ മറ്റവരുടെ മുഖം കൊണ്ടോ നിനക്കെന്താ വല്ല പ്രാന്തുണ്ടാ? മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് മറ്റു ഇതൊന്ന് പിടിച്ചേ. പപ്പ ഇതൊന്ന് കെട്ടട്ടെ. ഇതൊന്നും പപ്പയ്ക്കൊരു പ്രശ്നമല്ല. ഇച്ചായം വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇതുമ്മ വന്നോളാം.
എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലാകേനെയോ വിചാരിക്കാം. അങ്ങനെ തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇതുമേലല്ലേ പള്ളിയിലേക്കൊക്കെ പോയിട്ടുള്ളത്. പറഞ്ഞിട്ട് വണ്ടി വിട്ടാ മതി കേട്ടോ. റെഡി. എന്റെ അമ്മേ, എന്റെ കയ്യിൽ പോയില്ലേ കയ്യിലെടുക്കട്ടെ. പട്ടി വണ്ടി നിർത്താൻ എന്റെ ഈശോയെ കുഴിക്ക് പോണു. ഈ അന്നെ വണ്ടി നിർത്താൻ പറയാനോ പോണു. വണ്ടി നിർത്താൻ ഉക്കുറു. വണ്ടിക്ക് സ്പീഡ് കൂട്ടി നിന്റെ നിന്റെ പപ്പ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? അയ്യോ മായി കഷ്ടപ്പെട്ടു. പോണു ഇതൊന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയ മതിയായിരുന്നു കർത്താവേ. അങ്കിള് വേ പോണ്. ഷോർട്ട് നമ്മളൊക്കെ മുമ്പേ ഈശോയേ കൊഞ്ചടം കൊടുക്കളേ. ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പോലീസ് പിടിക്കലെന്നെ. ഞാനിവിടെ മരണവരാക്കം നിർത്തുന്നോ. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? എന്റെ പോയില്ലോ എന്റെ കയ്യിൽ നിന്ന്. ഞാൻ ചത്തിട്ട് വേണം നിനക്ക് മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ. സ്വന്തം ഭർത്താവ് മരിക്കാൻ പോകുമ്പോ കൈയടിച്ചിരിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണാം. വണ്ടിക്ക് സ്പീഡ് വിട്ടു. എന്തിനാ? എന്റെ ശവം പള്ളി കൊണ്ട് കൂച്ചലാനാ? ഇത്രയും മനസ്സ് വിഷമിച്ച ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ വെറുതെ വിടില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തെ? കൊടിയേറ്റിയ തറവാട്ടുകാരല്ലേ? വെറും കൊളുവനല്ല, വാത്താലശ്ശേരി കൊളുവൻ. മൂത്ത ജ്യേഷ്ഠൻ അമേരിക്കയിൽ നിന്ന് ഇച്ചായനെ കൊണ്ടുപോവാ. എന്തിനാ? ന്യൂജേഴ്സിൽ ഇട്ടിട്ട് എന്നെ തട്ടാനാ? ഇത് ഞാൻ വെറുതെ വിടില്ല. ലോസ് ആഞ്ചൽസ്, ടെക്സാസ്, ന്യൂയോർക്ക്, ഡിസ്നി പാർക്ക്, അവന്റെ അമ്മയുടെ എന്റെ അമ്മേ ഇത്രയും വേദനിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ എല്ലാം കയ്യാക്കും. ഞാൻ ആവശ്യമായിട്ടല്ല നീ വേളാങ്കണ്ണി പോണം. എന്തിനാ? ആ പാവം മാധവൻ അവിടെ ഓടിക്കാനോ? എന്റെ കാറിൽ എന്റെ കൂടെ വന്ന് ഇടപ്പള്ളി പുണ്യാളിന് മെഴുകി എത്തിച്ചത് എന്നെ കൊല്ലാനാടി. ഇത്രയും മനസ്സൊരുമിച്ചിട്ട് ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഒന്നും വിടില്ല. പൗലോസേ, ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് കരുതിയോ? കുറെ നേരമായില്ല കിടന്ന് വീശാൻ തുടങ്ങിയിട്ട്. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വിഷമിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ലത്രേ. സത്യായിട്ടടി. എന്തിനാടോ മനുഷ്യ ഈ കള്ളത്തരം കൊണ്ട് കിടക്കുന്നേ? കുടിക്കണമെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാ പോരെ. ഇപ്പൊ കിടന്ന് വിളിച്ചു മൂവിയല്ലോ. ഞാൻ വെറും കൊളുവനല്ലെന്ന്. അല്ല, ഞാൻ വെറും കൊളുവനല്ല. വാപ്പാലശ്ശേരി കൊളുവൻ ഗർവാഫീസിന്റെ മകൾ അന്ന. മനസ്സിലായോ? ഏതായാലും കള്ളി വിളിച്ചതായി വരുന്നത് വരട്ടെ. പ്രായമായിട്ടും പിള്ളേരെ പോലും ഇങ്ങനെ ചാടി ചാടി നടക്കാൻ. പ്രായമായിട്ടുള്ള നിന്റെ തന്തക്കിട്ട. അല്ല, ഇതെന്താണെങ്കിലും എല്ലാരും തൂവുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട്. ശ്രീരാമ, ഇന്ന് ഉക്രൂന്റെ ബർത്ത്ഡേ എന്താ മോനെ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജെന്റിൽമാൻ. താങ്ക് യു എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി. താങ്ക് യു. ഞങ്ങള് പള്ളി പോയിട്ട് വീണ് വരാം. എവിടേക്കും പോയി കളയരുത്. വന്നിട്ട് നമുക്കൊന്ന് കൂടണം. വാ. Happy birthday to you. Happy birthday to you. Happy birthday dear. Happy birthday to you.
പൊന്നിതളോരം പവിഴമായി ഹിമകണം മധുവനമാകെ തരളമാം പരിമളം മഞ്ഞലകൾ തൻ നീരാളം ഓരയിടും കളിവയിലെ അകമലയോരം മതമേറും നിഴലാനയിറങ്ങി പൊന്നിതളോരം പവിഴമായി ഹിമകണം മധുവനമാകെ തരളമാം പരിമളം വിൺമേഘവി പഞ്ചിക പാടി ദേവാമൃതഗീതം സുരലതികളാർദ്രമാം മേഘങ്ങളിൽ ചാഞ്ചാടവേ വിൺമേഘവി പഞ്ചിക പാടി ദേവാമൃതഗീതം സുരലതികളാർദ്രമായി ചാഞ്ചാടവേ അകലെ മണ്ണിൽ മംഗളതാളതരംഗം തളിരാർന്ന വികാരവസന്തം മൃദുമോഹനരാഗപരാഗം അരികേ പൊന്നിതളോരം പവിഴമായി ഹിമകണം മധുവനമാകെ തരളമാ പരിമളം മഞ്ഞലകൾ തൻ നീരാളം തോരയിടും കളിവയിലെ അകമലയോരം മതമേറും നിഴലാനയിറങ്ങി പൊന്നിതളോരം പവിഴമായി ഹിമകണം മധുവനമാകെ തരളമാ പരിമളം ഇളമാനുകളോടിണങ്ങി കാണാമലമേറ്റിൽ തരുനിരകളിലാകവേ കളകൂജനം സ്നേഹാരവം ഇളമാനുകളോടിണങ്ങി കാണാമലമേറ്റിൽ തരുനിരകളിലാകവേ കളകൂജനം താഴെ ഓണച്ചെപ്പുകിലുക്കിയണഞ്ഞു കൈവഴിയും കണിമലയാറും തിരകോതിയൊതുക്കിയ കാറ്റിൽ വിടരും തളിരിൻ മെയിൽ പൊന്നിതളോരം പവിഴമായി ഹിമകണം മധുവനമാകെ തരളമാ പരിമളം മഞ്ഞലകൾ തൻ നീരാളം തോരയിടും കളിവേലി അകമലയോരം മതമേറും നിഴലാനയിറങ്ങി പൊന്നിതളോരം പവിഴമായി ഹിമകണം മധുവനമാകെ തരളമാ പരിമളം ഇയാൾക്ക് കഴിക്ക് വേണ്ട കഴിക്ക് ടീച്ചറെ വേണ്ട ചേട്ടാ. കഴിക്കേ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, കോളേജില് അല്ല കോളേജിലെ പഠിക്കാൻ താമസിക്കുന്ന കാലത്ത്, ആ. അന്ന് അപ്പം കോളേജിലായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റില്? എന്താ പിയൂൺ. പിയൂൺ. അപ്പൊ അത് ഉറക്കെ പറഞ്ഞൂടെ? അന്ന് അപ്പം പറയായിരുന്നു, ഏ, മോനെ ഏ. നീ എത്ര വലിയവനായാലും ഈയോടെ? മദ്യത്തിന് അടിമപ്പെടരുതെന്ന്. ആ. അത് ഞാൻ ഓർത്തുപോയി. എന്തിനാ അയാളെ നിർബന്ധിക്കുന്നേ? ഒരാള് വേണ്ട വേണ്ട എന്ന് ഞാൻ പറയും. പറഞ്ഞു വന്നത് കുന്നംകുളം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് എന്റെ അപ്പനൊരു പോലെ കച്ചവടം ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓ, 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 ഓ. അപ്പൊ കോളേജിൽ നിന്ന് ഞാൻ കുറച്ച് നേരം കടയിൽ വന്നിരിക്കും. ഈ കടയിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം കടയിൽ നിന്ന് കുറച്ച് കാശൊക്കെ വലിച്ച് നേരെ തൃശ്ശൂര് പോയി ഫസ്റ്റ് ഷോ കണ്ടു, സെക്കൻഡ് ഷോ കണ്ടു, പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി പിടിച്ച് മറ്റേ ചേട്ടൻ എനിക്ക് ഓഫർ ചെയ്തില്ലേ, ഉവ്വ്. ഞാനത് റിഫ്യൂസ് ചെയ്തു. ഉവ്വ്. ഇതെനിക്ക് മാനസികമായിട്ട് വല്ലാതെ വിഷമം എനിക്ക് ഉണ്ടാക്കുന്നു. മാനസികമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ല പറഞ്ഞില്ലേ? ഉണ്ട്. സീസറെ, സീസറായിട്ടൊരു തീരുമാനമെടുത്ത് മാറ്റണ്ട. അതല്ല, എനിക്ക് മനസ്സമാധാനം കിട്ടണം. ഇതുകൊണ്ട് ബോളൻ സാഹിബ് പറഞ്ഞ കാര്യം. ഏത് സാഹിബ്? ഏത് സാഹിബ്? ബോളൻ സാഹിബ് അയാൾ എന്താ പറഞ്ഞേ? അയാളെന്താ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയില്ല, പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞുതരാം. ആ ഗ്ലാസ് തന്നെ വേണ്ട കേട്ടോ. ഗ്ലാസ് കൊണ്ട് തരാം. വേണ്ട കേട്ടാ. ഞാൻ ഉപയോഗിച്ച ഗ്ലാസ് ഞാൻ തന്നെ ഉപയോഗിച്ചോളാം. ആ, അങ്ങനെ അന്ന് കുന്നംകുളത്ത് ഒരു 6 or 7 കാറുണ്ട്. എന്റെ അപ്പന് ഒരു സീസറെ ഇങ്ങോട്ട് തിരിഞ്ഞു കുടിക്കി. വേണ്ട കേട്ടോ.
വിദ്യയുടെ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഒരു എന്തൊരു പാവയാളല്ലേ. ആ, ഒരു പോണ്ടി കാറുണ്ട്. ആ കാറില് ഞാനും എന്റെ കൂട്ടാളികളൊക്കെ കൂടി അത്താഴമൊക്കെ കഴിഞ്ഞ് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നിർത്ത്. ചേട്ടാ ഇവിടെ 14 വീടുണ്ട്. എത്രയോ പേര് ഇവിടെ വന്ന് താമസിച്ചുണ്ട്. പക്ഷെ ചേട്ടൻ എന്റെ കൺകണ്ട ദൈവമാണ്. അതൊരു തമിഴ് പടത്തിന്റെ പേരല്ലടോ. അതെ, ആ പേര് ഞാൻ ചേട്ടന് നൽകിയിരിക്കുന്നു. അതെന്തിനാ ഇപ്പൊ എനിക്കിട്ടെ? വേണം 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 വേണമെന്നാ പറയണേ. ചേട്ടാ. ഇയാളെ പറഞ്ഞു ഇന്റർഫെയർ ചെയ്ത് ഇത് സെക്കൻഡ് വാണിംഗാ. ഫസ്റ്റ് വാണിംഗ് ഞാൻ തന്നിട്ടില്ല. വായിലെ ഉയരും വണ്ണും നിറവും ഒരു ചുവപ്പ് കുന്തട്ടും വെച്ചിട്ട് വലിയ ആളാവും. വീട്ടിൽ പോ. വെയിറ്റ് മാൻ, വീട്ടിൽ പോ. വെയിറ്റ് ജെന്റിൽമാൻ. പറയേണ്ട കാര്യം പറയട്ടെ. വല്ല കാര്യമുണ്ടോ ഇയാളെ കുടിപ്പിച്ചിട്ട്? വന്ന് ഭക്ഷണം കഴിക്ക്. എന്റെ പൊന്നും പെങ്ങളെ, ഒരു 5 മിനിറ്റ് വെറുതെ ഇരി. ഞങ്ങൾ ആളുകൾ സംസാരിക്കട്ടെ. നീ പോയി പോ. ഈ ബംഗ്ലാവിന്റെ മുതലാളിയുടെ ഭാര്യയുടെ പേര് റോസിന. അവള് ഊട്ടി റോസി എന്നാ വിളിക്കുന്നത്. അവളിവിടെ ഇയാളെ പറഞ്ഞോട്. പോ 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 പോ. എല്ലാ മുതലാളിമാരുടെ പിന്നിൽ ഇത്ര പോ എന്റെ സിസ്റ്ററെ. പോ, പോയി ചെല്ല്. ഒഴി ഇത് കഴിച്ച് നേരെ വീട്ടിൽ പോക്കോട്ടോ. പിന്നെ അവിടെ ഇവിടെയും കിടന്ന് ചുറ്റിത്തിരിയല്ലേ. ഇതുകൂടെ എടുത്തോ. അയ്യേ, അതുകൊണ്ട് പൊക്കോ. ആ ജിപ്സിയുടെ ചാവി എന്നതാ. ജിപ്സിരെ ചാവി എന്തിന്? ഞാൻ വീട്ടിൽ പോയിട്ട് നീ നടക്ക്. ഓ, ജിപ്സിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതിന് മനസ്സിലായിട്ട്. ഓ, എന്തൊരു ഗതിയാണ് ദൈവമേ. ഭക്ഷണം തണുത്ത് കാണും. വന്ന് കഴിക്കുന്നില്ലേ? അതെ, നിങ്ങൾ പോയി കഴിച്ച് കിടന്ന് ഉറങ്ങ്. നമുക്കിത് ഫിനിഷ് ചെയ്യാം. എന്താ ഇന്ദുലേഹ ഇതുവരെ കിടന്നില്ലേ? ശരിക്ക് പറഞ്ഞ ഇന്ദുലേഹ ഒരു കഥാപാത്രം മാത്രമാകുന്നു. എന്നാൽ ഇവിടെ കഥാപാത്രം ജീവിക്കുന്നു. ഇന്ദുലേഹയ്ക്ക് എന്താണ് പ്രശ്നം? നല്ല തണുത്ത കാലാവസ്ഥ, എ ക്ലാസ് ബെഡ്, ഹീറ്റർ, പോരെങ്കിൽ സമയം പാതിരായുമായി. കിടന്നുറങ്ങായിരുന്നില്ലേ? കുടിച്ചല്ലേ? പിന്നെ നീ അവിടെ ഇരിക്കുമ്പോഴല്ലേ ഞാൻ കുടിച്ചത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത്രയും നേരം കുടിക്കായിരുന്നില്ലേ? അത് കറക്റ്റ്. നീ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്ന കാര്യം ഞാൻ ഓർത്തില്ല. വാ കിടക്കാം. പകുതി രാത്രി വേസ്റ്റ്. വാ. വേണ്ട. അല്ല, എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ കുടിച്ചു. അതൊരു ഹിമാലയൻ പ്രോബ്ലം ഒന്നും അല്ലല്ലോ. കുടിയന്മാരായ എത്രയോ പേര് സസുഖം കുടുംബസമേതം വാഴുന്നു. എന്നിട്ട് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ലൈനിൽ ഒരു ലേശം മദ്യപിച്ച എന്നോട് എന്തിനായി പരിഭവം? ലേശമൊന്നുമല്ല. എന്നാ നിറയെ കുടിച്ചു, സംഭവിച്ചു. കല്യാണം കഴിച്ചു എന്ന് വെച്ച് കുടിക്കില്ല, വ്യഭിചരിക്കില്ല എന്നൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്, അതിലിടപെടരുത്. ബാക്കിയുള്ളവർക്കുണ്ട് പേഴ്സണൽ മാറ്റേഴ്സ്. ഉണ്ട്, അത് നീ പറയേണ്ട കാര്യമില്ല. ഞാൻ ദിവസം കാണുന്നതല്ലേ. കോഴിയെ വെട്ടിയ പ്രശ്നം, ആരാണ്ടൊരു കള്ളക്കഥ പറഞ്ഞാൽ ഉടനെ ഒരു ബോധം കടൽ, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തലവേദന വരിക. ഞാൻ മണ്ടനൊന്നും അല്ല. ഭർത്താവായി പോയെന്ന് പറഞ്ഞ് സഹിക്കുന്നതിന് അതിരൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ എന്തിനാ പറയുന്നേ? ആവശ്യമില്ലാത്തതല്ല എടി. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്ക് മാത്രം ഒരു മൂഡ് ഔട്ട്, നിനക്ക് മാത്രം കുറെ പ്രശ്നങ്ങൾ. എന്താ, നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നോ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? തുറന്നു പറയണം, ഇപ്പോ ഈ നിമിഷം. ഉടനെ അത് പറയാൻ പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇറങ്ങ്. ഈ നിമിഷം ഇവിടുന്ന് പോണം. ബാക്കി അങ്ങ് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം. നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കേ. എന്നിട്ട് തീരുമാനിക്കാം എനിക്ക് നിന്നെ വേണോ വേണ്ടയോ എന്ന്. എനിക്കുണ്ട് ഈഗോയും പ്രശ്നങ്ങളും. നടക്ക്, വാങ്ങിക്കോട്ട്. കേറ്. ശ്രീരാമ, സോറി, അങ്കിൾ ഇതിൽ ഇടപെടരുത്.
ഒരു വധശ്രമത്തിന്റെ ലൈനാണ് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്ന കപ്പിൾസിന്റെയോ മറ്റേതെങ്കിലും വകുപ്പിൽ വരുന്ന കക്ഷികളുടെയോ റൊമാൻറ്റിക് മൂഡ് കണ്ടാൽ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. പക്ഷെ ഇതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഒരു അറ്റംപ്റ്റ് പോലിരിക്കുന്നു. ദേ നോക്ക്, കയ്യിൽ കത്തി. അപ്പോ ഇതെടുക്കുന്ന സമയത്ത് ബാലേട്ടൻ ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നത് അറിഞ്ഞതേ ഇല്ല? അവിടേക്ക് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നവരെ ശ്രദ്ധിക്കൂ, അല്ലേലും പുറകിലൊക്കെ ഔട്ട് ഓഫ് ഫോക്കസും ആയിരിക്കും. ഏതായാലും ഇങ്ങനൊരു സംഭവത്തെ പറ്റി ഇതുവരെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിവേ ലെറ്റ് us see. ഇത്ര പെട്ടെന്ന് പടടിച്ചു കിട്ടിയോ? ബാക്കി കാശ് അന്നേ ദേ ഫോട്ടോയുടെ ബാക്കി കാശ്. ഇത് കളറാണല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരെ അറിയോ? എനിക്കറിയില്ല. ഇവരെന്തെങ്കിലും പിന്തിരിഞ്ഞു നിൽക്കണേ. പിറകിലത്തെ ആൾ കൈ പൊക്കി പിടിച്ചില്ലായിരുന്നെങ്കിൽ മുഖം കാണായിരുന്നു കേട്ടാ. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമായിട്ട് ഒരു സാമ്യം തോന്നില്ലേ? നിങ്ങൾ ഫോട്ടോഗ്രാഫറാ? ഇനി ഫോട്ടോ എടുക്കുമ്പോ നേരെ നിർത്തിയിട്ട് വേണം എടുക്കാൻ. അപ്പൊ ആളെ തിരിച്ചറിയാൻ എളുപ്പമല്ലോ. പോവാം. ആ ആ ശരി. ഇതെന്താ പിടിക്കണേ? എങ്ങോട്ടല്ലേ കൊണ്ടുപോണേ? അബ്ദുവിന്റെ ജോലി എന്താ പറഞ്ഞേ? മുങ്ങൽ വിദഗ്ധൻ. ഇതിനു മുൻപ് എവിടായിരുന്നു? കോഴിക്കോട്. അവിടെയും ഇത് തന്നെയായിരുന്നോ പണി? അതെ. എന്തിനായി മുങ്ങൽ പണി തന്നെ തുടങ്ങി? വേറെ എത്രയോ നല്ല തൊഴിലുണ്ടായിരുന്നു. അത് പിന്നെ എന്റെ ബാപ്പ നല്ലൊരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. 6 കൊല്ലം മുമ്പ് കസ്റ്റംസുകാരെ കൂട്ടിക്കൊണ്ടേ കടലിൽ മുങ്ങിച്ചതാ. ഇതുവരെ പൊങ്ങിയിട്ടില്ല. നമ്മളെ കഷ്ടകാലം. പിന്നെ ഉപകരണങ്ങളൊന്നും വെറുതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തിട്ട് മുങ്ങാൻ തുടങ്ങിയതാ. ഊട്ടിയിലെപ്പോ എത്തി? ഊട്ടിയിൽ ഒരു 2-3 മാസമായി. എന്തൊക്കെയാണ് സാധാരണ മുങ്ങിയെടുക്കാറ്? അതിപ്പോ എന്തൊക്കെയാണ് വെള്ളത്തിൽ പോവാന്ന് പറയാൻ പറ്റുമല്ലോ. അബ്ദു, ഓ, ഒരു മുങ്ങലിന് എന്ത് കിട്ടും? അത് മുങ്ങിക്കിട്ടുന്ന സാധനം വിറ്റ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. എന്നാലും 25, 30, ചിലപ്പോ കൈ നഷ്ടമായെന്നും വരും. ഈ ഡ്രസ് എവിടുന്ന് കിട്ടിയതാ? ഇത് ഞാൻ തയ്പ്പിച്ചതാ. ലേശം ഒരു പാകക്കുറവുണ്ട് ഇല്ല സാർ? എവിടാ തയ്പ്പിച്ചേ? ഇവിടെ അടുത്തൊരു കട ഉണ്ട്. കടക്ക് വലിയ പേരൊന്നുമില്ല, നല്ല സ്റ്റിച്ചിങ്ങാ. ഇത് റെഡിമെയ്ഡ് ആണ്? അതെ. പിന്നെ തയ്പ്പിച്ചെന്ന് പറഞ്ഞത്? അതൊരു സ്റ്റോങ്ങിന് വേണ്ടി ഒന്നുകൂടെ തയ്പ്പിച്ച്. സത്യം പറയടാ, ഇതെവിടുന്ന് മോഷ്ടിച്ചു? ഞാനിത് എവിടുന്ന് മോഷ്ടിച്ചതല്ല സാറ്. പിന്നെ? ഇത് ഞാൻ ഒരാളോട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചതാ. ആരുടെ കയ്യിൽ നിന്ന്? അയാളെ പേര് എനിക്കറിയില്ല. കണ്ടാലറിയാം? കണ്ടാലറിയാം, ഞാനയാൾ വലിയ ദോസ്തുക്കളാ. എന്നിട്ടാണോ പേരറിയാൻ വയ്യാത്തത്? അതാണ് സാറേ പ്രശ്നം. എനിക്ക് അയാളെ പേരറിയാം, എന്റെ പേര് അയാൾക്കും അറിയില്ല. അയാളാണോ ഇത്? ഇയാൾ തന്നെയാണ് സാർ. ഉറപ്പാണ്? ഉറപ്പ്. ഞാൻ ഒരാളൊരു പ്രാവശ്യം കണ്ട പിന്നെ മരിച്ചാലും മറക്കൂല. ഇപ്പൊ തന്നെ സാറിനെ കണ്ടില്ലേ,
ഇനി ഒരു 6 മാസം ഒരു കൊല്ലോ കഴിഞ്ഞിട്ട് എവിടെയും വെച്ച് കാണട്ടെ, ഒരിക്കലും മറക്കൂല. ശരി, എവിടെ വെച്ചെങ്കിലും ഇയാളെ കണ്ടാൽ ആ. ഉടനെ വന്നെ വിവരം അറിയിക്കണം. ഓ സംഭവിക്കും. ഓ അതോ ആ ഹലോ, എന്താ പേര്? ഉണ്ണി. ഒറ്റയ്ക്കേ ഉള്ളൂ? ഇവിടെ എവിടെയാ താമസം? റിച്ചിൽ. ഓ, നാടെവിടെയാന്നാ പറഞ്ഞേ? കൊച്ചിൻ. ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എന്ന് തിരിച്ചു പോകും? നാളെ. ശരി, വയ്ക്കോ. നല്ല ആളാണ്. ഞാൻ എവിടെ അന്വേഷിച്ചെന്നറിയോ? വാ, പോലീസ് സ്റ്റേഷൻ വരെ പോയി വരാം. അല്ല, നിങ്ങളെ പേരെന്താന്നാ പറഞ്ഞേ? ആ സർക്കിൾ സാർ ചോദിച്ചപ്പോ ഞാൻ കുഴഞ്ഞുപോയി. ആ, നിങ്ങൾ ആ ഡ്രസ്സ് വാങ്ങിച്ച വകയിലേ 2 കിട്ടി. അല്ല, നമ്മളെന്തോന്നും മിണ്ടാത്തേ? വേണ്ട, എന്നോട് വേണ്ടിക്കൊള്ളുന്നില്ല. അവിടെ എത്തിയാലേ അവര് കിളി പോലെ പറയിച്ചോളും കേട്ടോ. വാ, വാടവളെ ഇവര് പറഞ്ഞിട്ട് മനസ്സിലല്ലേ? നീ വന്നില്ല, അയാൾ എന്നെ സൂപ്പാക്കും. നീ ഇങ്ങോട്ട് വന്നാട്ടെ. കൊല്ല, ഇവനോട് വരാനല്ലേ പറഞ്ഞത്? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ തെറ്റ വളരെ മോശം ആള്. ആ, അമ്മോ, ഒരു മര്യാദ ഇല്ലാത്ത അടിയായിപ്പോയി സാറേ. എത്ര ആളുകൾ പറഞ്ഞു നോക്കി, അവൻ എന്നെ വിടണ്ടേ? എന്റെ മക്കളെ ഭാഗ്യം കൊണ്ടാണ് ഇക്കൊല്ലത്ത് കഴിച്ചിലായത്. അല്ലെങ്കിൽ ഓൻ എന്നെ പിച്ചി ചെയ്തീന്. ദാ ഇങ്ങനെ വായ തുറക്കുമ്പോ സൈഡൊക്കെ വേദന ആകണ്. ഇനി ഈ അടുത്ത കാലത്തൊന്നും മുങ്ങാൻ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മോ, എന്റെ കുടുംബം പട്ടിണിയായത് എന്റെ. അമ്മോ. ஆமா சார், சேம் ஆளு தான் அது. போட்டோ பார்த்து ரெக்கனைஸ் பண்ணியாச்சு. பட் வித்வுட் எனி ரீசன் திஸ் மேன் ஹஸ் அட்டாக்ட் திஸ் ஃபெலோ இன் தி ஹாஸ்பிடல். சார், அந்த ஆளை ஸ்டேஷனுக்கு கூப்பிட்டது நான் தான் சார். நாட் only that, அந்த போட்டோவில் ஆக்ஷனுக்கும் and this particular attack there is some link I very much doubt. Okay sir, I will do it very carefully sir. Right sir. എന്തു പറഞ്ഞു? അത്രയങ്ങ് നിസ്സാരമായിട്ട് തള്ളാവുന്ന കാര്യമല്ല. എന്തോ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. കേട്ടെടുത്തോളാം, ആ മനുഷ്യൻ ആ പെങ്കൊച്ചിന്റെ പുറകെയാണെന്ന് തോന്നുന്നു.
മതി വായിച്ചത്. ഡാ വെളിയിൽ കിടന്നാ മതി. സീസർ, 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 സീസർ. എന്താ അങ്ങളെ രാവിലെ? സീസറിനെ കാണാനില്ല. ഞാനിവിടെ ഉണ്ട്. 10 മിനിറ്റ് ലേറ്റ് ആയി. ലേറ്റ് ആയി ഞാൻ വെയിറ്റ് ചെയ്ത് പിന്നെ ലേറ്റ് ആയി. ഇതെന്തും സീസർ, 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 ഇന്നലെ രാത്രി പുറത്തിറക്കി വിട്ട കാര്യം പറയണ്ട, ഇനി അത് മതി. സീസർ, ഒറ്റല്ലോ. നീ എന്തിനാ മോളിലേക്ക് വിളിക്കണേ? ചേട്ടാ ഈ വിളി മലകളിലൊക്കെ ചെന്ന് തട്ടി. സീസർ 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 സീസർ. സീസർ, സീസർ, സീസർ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? ഞാനാ, മനസ്സിലായില്ലേ? അളിയന്റെ അളിയൻ മാർക്കോസാ. ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി. ഈ ശവം എങ്ങനെ ഇതിനകത്തെത്തി? ഞാൻ അളിയനെയും കുട്ടികളെ കാണാൻ വന്നല്ലേ. അയ്യോ, എന്റെ മാർക്കോസ് കുട്ടി, നിന്റെ അളിയനും പെങ്ങളും കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ അല്ലല്ലോ താമസിക്കണേ. അത് പിന്നെ അളിയ മതി സുന്ദർ, തുറന്നുവിട്. ആ പിന്നെ കത്തിയും പിടിച്ച് ചുറ്റിക്കറങ്ങി നടക്കരുത്. വെക്കോ. അത് ഇവന്റെ കുടുംബ പാരമ്പര്യ സാറേ. ഇവന്റെ അപ്പൻ ഇതിനേക്കാളും വലിയ കത്തിയായിരുന്നു. എനിക്കത് മനസ്സിലായി. എന്നാ ഞങ്ങള് പോട്ടെ. ആ ഞാനും പോട്ടെ സാറേ. എന്താ ചെയ്യല്ലേ? എന്താ? ഒന്നുമില്ലടാ. ആ. എന്റെ മാർക്കോസെ, നിന്നെ ഇപ്പൊ എന്തിനെങ്ങനെ കെട്ടിയെന്ന് വിളിച്ചേ? അളിയ ഉക്രുവിന്റെ ബർത്ത്ഡേ അല്ലേ, വീട്ടിൽ നിന്ന് അവലോസുണ്ട് അച്ചാറും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു വിട്ടതാ. അതിരിക്കട്ടെ, നീ ഇങ്ങനെ ഇവിടെ എത്തി? ഞാൻ കുന്നംകുളത്ത് വന്നപ്പോ അളിയനും പെങ്ങളും ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് കോരച്ചേട്ടൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. നിന്റെ പഴയ കാക്കി ഷർട്ടും ട്രൗസറും ഒക്കെ എവിടെ? ഇതൊക്കെ കലക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് ഇത് കിട്ടി? കോയമ്പത്തൂർന്ന് വാങ്ങിയതാ. ഉള്ളി ഉള്ളി. ഉള്ളൻ. ആ ഉള്ളൻ. ഷർട്ടിന്റെ പേര് ഉള്ളി. ഉള്ളെന്ന് പറയടാ. അളിയൻ ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അളിയ ഇതിനകത്ത് വാക്മാൻ ഉണ്ട്, ഉക്രൂന. അവിടുന്ന് വളരെ ചീപ്പായിട്ട് കിട്ടി. നിനക്ക് ഇതിനൊക്കെ കാശ് എവിടുന്ന് കിട്ടി? ഞാനേ അളിയന്റെ തീപ്പെട്ടി കമ്പനിന്ന് മോഷ്ടിച്ചതാ. എന്റെ കർത്താവേ, നീ എത്ര എടുത്തു? ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല. ബാക്കി എത്രയുണ്ട്? ബാക്കി ഉണ്ടല്ലോ. ഇങ്ങ് താ.
നമ്മുടെ വീട്ടിലേക്കല്ലേ? വീട്ടിലേക്കല്ലടാ, കാട്ടിലേക്ക്. അളിയ, നാട്ടിലെല്ലാരും പറയണു ഞാൻ തകരയാണെന്ന്. ഞാൻ തകരയാണോ അളിയ? അതുകൊണ്ട് ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ പഠിച്ചു. That's the baby music. Music makes us happy. That's the baby music. അടിച്ചോണ്ടല്ലോ. അളിയ ശരിക്കും ചൂടായതാണോ അതാ ചൂടായതായിട്ട് അഭിനയിച്ചതാ? എന്റെ ദൈവമേ. ഇത് ബസ് സ്റ്റാൻഡ് അല്ലേ അളിയ? അതെ. അപ്പൊ വീട്ടിൽ പോണ്ടേ? വേണം. അതിനല്ലേ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കണേ. ഇവിടെ നിന്ന KSRTC ബസ്. അതല്ല അളിയ, അളിയന്റെ ഊട്ടിയിലെ വീട്ടിൽ പോണ്ടെന്നാ ചോദിച്ചേ. അളിയന്റെ വീട്ടിലെ വീട്ടിലേക്ക് നിന്നെ ഇപ്പൊ കെട്ടിയെടുക്കണ്ട. നീ നിന്റെ വീട്ടിൽ പോയാ മതി. നിന്നെ കാണാണ്ടേ നിന്റെ അപ്പനും അമ്മയും വിഷമിക്കുണ്ടാവും. മാത്രല്ല ഇവിടെ നല്ല തണുപ്പാ. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടാ അളിയ. തണുപ്പ് നിനക്ക് ഇഷ്ടന്റെ തകര്. തേണോ? എന്നാലേ വീട്ടിൽ ചെന്നിട്ട് ഒരു കുഴി കുത്തുക. ഒരു ചാക്ക ഐസ് മേടിച്ച് അതിലിടുക. എന്നിട്ട് ആ കുഴിക്കകത്ത് കയറി ഇരിക്കുക. ഒഴിവുള്ള ആരോടെങ്കിലും ഇത്തിരി മണ്ണിട്ട് മൂടാൻ പറയും. അയ്യോ, അപ്പൊ ഞാൻ ചത്തൂല്ലേ? ഈ അളിയന്റെ ഒരു തമാശ. ഒറ്റ പീക്ക് വെക്കണ്ടല്ലോ. എന്നാ ഞാനും ഒറ്റ അടി വെച്ചേരും. ഇനി ഞാൻ ശരിയാക്കി തരാം. നാട്ടിലെ സമാധാനമില്ല, വീട്ടിലൊന്നും അവിടെ ഇല്ല സമാധാനം. നിന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇടുവോ? എവിടെ പോയോ? ഇങ്ങോട്ട് വേടാ. നീ ഇങ്ങോട്ട് ഇടുവോ? പോവാൻ കാശുണ്ടോ? ഇല്ല, ഞാൻ മുഴുവൻ അങ്ങ് തന്നില്ലേ. ഇത് 50 രൂപയുണ്ട്. പോവാന്നത്ര പോ, ബാക്കി നടന്നു പോ. ശരി, ഗുഡ് ബൈ. ഇങ്ങനെ ഓരോ അളിയന്മാരുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി പറ്റുന്നത്. അളിയ അളിയ, ഉക്രൂൻ ഈ വാഗ്മാനും ഉണ്ടയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പോയാ പോരെ? ഞാൻ വാഗ്മാനം ഉണ്ട് ഇതിന്റെ ഉള്ളിലേക്ക്. നീ പോയടാ. എന്ത് ചെയ്യും? കുന്നംകുളം അവിടെ നിന്റെ അപ്പന്റെ കല്യാണം തകരെ. എന്ത് ചെയ്യും? ഉണ്ണി അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? Come on, tell me. ഇതാരാണെന്നറിയാമോ? തപ്പണ്ട. പോക്കറ്റിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ദേ അവിടെ ഉണ്ട്.
150 വർഷത്തെ പഴക്കമുണ്ട് ഈ തോക്കിന്. എന്റെ അപ്പാപ്പനെ അങ്ങേരുടെ അപ്പാപ്പൻ കൊടുത്തതാ. ഇതിന്റെ പിന്നില് വലിയൊരു കഥയുണ്ട്. പപ്പ 100ാമത്തെ പ്രാവശ്യം കഥ പറയുന്നേ. 100ാമത്തെ പ്രാവശ്യമല്ല, 14ാമത്തെ പ്രാവശ്യം പറയണേ. പപ്പയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. മാത്രമല്ല പപ്പ ഇതിനകത്ത് പുതിയ പുതിയ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ തോക്ക് താഴെ വെക്കണം. താഴെ വെച്ചിട്ടുള്ള കളിപ്പ വേണ്ട. അങ്ങനെ ഈ തോക്ക് തലമുറ കൈമാറി എന്റെ കയ്യിൽ വന്നു. ഞാൻ മരിക്കുമ്പോ ഈ തോക്ക് എന്റെ മോൻ ഉക്രൂന് കൊടുക്കും. പിടിച്ചേ. ആ ഇപ്പൊ പിടിക്കണ്ട, അപ്പ മരിക്കുമ്പോ തരാം. പപ്പ എപ്പോഴാ മരിക്കാ? പപ്പ കുറച്ച് കഴിഞ്ഞിട്ട് ചാവാണ് മോനെ. ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ. എത്ര പേരെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്ത് തോക്കാണെന്നറിയോ? എന്റെ അപ്പാപ്പനൊരിക്കൽ നായാട്ടിന് പോയപ്പോ 2-3 മാനും കാട്ടുകോഴിയും കാട്ടുമുയിലൊക്കെ തോളിലേറ്റി മടങ്ങി വരുന്ന വഴിക്ക് ഹൈ പെട്ടെന്നൊരു ഒറ്റക്കൊമ്പുള്ള ഒറ്റയാൻ. അപ്പം പതുക്കെ നിന്നു. തൊട്ടു മുമ്പിലായിട്ട് ആനയും നിന്നു. അവരുടെ കണ്ണുകൾ തമ്മിലടഞ്ഞു. പെട്ടെന്ന് ആന ചിഹ്നം വിളിച്ചുകൊണ്ട് അപ്പാപ്പന്റെ നേരെ. അപ്പാപ്പൻ വലതുകാലെടുത്ത് ചാടി കെട്ടിച്ചവിട്ടി കൊട്ടിച്ചവിട്ടി ഇടത്ത് വലത്തെ തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന് തോക്കെടുത്ത് ഉന്നം മിരിച്ചൊരൊറ്റ വെടി. ശരിയായില്ലേ ഇത്? അപ്പോഴാണ് അപ്പാപ്പന് മനസ്സിലായത് തോക്കിനകത്ത് ഉണ്ടയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്ന് ശബ്ദം ഉണ്ടാക്കാഞ്ഞത്. ആന ഈ തോക്ക് കൊണ്ടൊന്ന് പഴച്ചു. ആ തക്കം നോക്കി അപ്പാപ്പൻ കാലുകൊണ്ടൊന്ന് പരതി. കാലിലെന്തോ തടഞ്ഞു. തീക്ഷ്ണമായ കണ്ണുകൾ ആനയിൽ നിന്നും പറിക്കാതെ അപ്പാപ്പനത് തപ്പി. ഒരു മാങ്ങയണ്ടി. ആനയെ ഉന്നത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് തോക്കിനകത്ത് മാങ്ങേണ്ടി നിറച്ച് ഒറ്റ വെടി. എന്റെ അമ്മേ, നന്നായിട്ടാ. ഞാനല്ലെങ്കിൽ ഇടയ്ക്കട്ടെ എന്ന് ശബ്ദം വേണ്ടിയിരിക്കായിരുന്നു. ഇയാള് ചില അപകട സമയങ്ങളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ട. ഇപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട് അല്ലേടി എന്നെ? പിന്നെ എന്നിട്ട് മാങ്ങയണ്ടി ആനയുടെ നെറ്റി തുളച്ചു കയറി. ആന നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടി. ആ മാങ്ങയണ്ടി തലയിലിരുന്ന് വളർന്ന് വലിയൊരു മൂവാണ്ടമാവായി. അങ്ങനെ മാവും ചുമന്ന് നടക്കുന്ന ആനയിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന് ആനമൂട്ടിൽ തറവാട് എന്നുള്ള പേര് കിട്ടിയത്. ശരിയല്ലേ എന്നെ? ഇന്നത്തേക്കാളും നന്നായിട്ടില്ലേ? പിന്നെ നമസ്കാരം. നമസ്കാരം. ശ്രീരാമനല്ലേ? അതെ. ഒന്ന് സംസാരിക്കണം. മോനെ വരൂ. ആരാണെന്ന് മനസ്സിലായ? ഇല്ല. സർക്കിൾ ഇൻസ്പെക്ടറാ. നാട്ടിൽ വല്ല കേസ് ഉണ്ടാക്കിയിട്ടാണോ ചങ്ങാതി നിങ്ങൾ പോന്നിരിക്കണേ? നീ പൊട്ടിപ്പെണ്ണെ നിനക്കാളെ മനസ്സിലായ? സർക്കിൾ ഇൻസ്പെക്ടറാ. നിന്റെ ആങ്ങളെന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഇയാളുടെ നില ഞാൻ കൊണ്ടുവന്നത്. പോലീസായില്ലേ? പോലീസല്ല, കള്ള. അവിശ്വസനീയമായി തോന്നുന്നുണ്ടാവും, പക്ഷെ സത്യമാണ്. അവൻ നിങ്ങളുടെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. വൺ ഉണ്ണി ഫ്രം കൊച്ചിൻ. കാരണം എന്താണെന്ന് അയാൾ പറയുന്നില്ല. കാര്യമൊന്നുമില്ലാതെ ഒരാൾക്ക് ഇങ്ങനെ തോന്നണമെന്നില്ലല്ലോ. അബ്നോർമലെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഹീസ് വെരി അഡമന്റ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ രണ്ടുപേരിൽ ആർക്കോ ഒരാൾക്കറിയാം. ആസ് എ പോലീസ് ഓഫീസർ ഐ നീഡ് യുവർ ഹെൽപ്പ്. വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് നമ്മൾ 3 പേരിൽ മാത്രം ഇതൊതുങ്ങി നിൽക്കുകയും ചെയ്യും. Come on, tell me. നിങ്ങളുടെ വൈഫിന് എന്താ പറയാനുണ്ട്? ഉണ്ണി എനിക്കറിയാം.
പോലും കീഴടക്കാനാവാത്തത്ര. നോക്ക്, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? റോഡ്, ബിൽഡിങ്സ്, പിന്നെ അതല്ല, നിനക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോന്ന്. ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയാലൊന്നൊരു ഫീലിംഗ് ഉണ്ട്. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. മീതെ ഇത്രയേ ഉള്ളൂ, വെരി വെരി സ്മോൾ. അതുകൊണ്ടാ ആ ഡെപ്ത് കണ്ടോ? ഒരാകർഷണമില്ലേ ഇതിന്? കണ്ണും പൂട്ടി ഒറ്റച്ചാട്ടം. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച്. എന്നിട്ടിങ്ങനെ പക്ഷികളെ പോലെ പറന്നു. ആ വാ. ഞാനില്ല. പോയി കോസിട്ടേക്കാം. വേണ്ട, മൂക്കത്തിൽ കുടിച്ചിട്ട്. എന്നാ വേണ്ട. ഒന്നര വർഷം ആ ഹോസ്പിറ്റലിലെ നിത്യസന്ദർശകയായിരുന്നു ഞാൻ. ഉണ്ണി കോമ സ്റ്റേജിലാണെന്നും ഒരിക്കലും റിക്കവറി ചെയ്യില്ലെന്നും എനിക്കറിയായിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷ, ഒരു സ്വപ്നം. വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ്, മരവിച്ചു കഴിഞ്ഞ മനസ്സ്, ലക്ഷ്യമൊന്നുമില്ലാതെ ഒഴുക്കിനൊപ്പം നീങ്ങുക. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. എല്ലാം ഒരു ദുസ്വപ്നമായിരിക്കട്ടെ എന്ന് ആശിച്ചിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റൽ ആകെയാൽ 2-3 ദിവസമേ കിടന്നുള്ളൂ. അതിനിടയിൽ ഇന്ദു മറ്റൊരു വിവാഹം കഴിച്ചു എന്നതാണ് അയാളുടെ ധാരണ. സമയത്തെക്കുറിച്ചുള്ള ബോധം പോലും അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുതരം ഫ്ലോട്ടിംഗ് സിറ്റുവേഷൻ. ആക്സിഡന്റ് പോലും അവൾ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണത്രേ അയാളെ അവോയ്ഡ് ചെയ്യാൻ. ശരിക്കും അബ്നോർമൽ? അതെ. ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതായിരിക്കും അല്ലേ? മാറ്റാമായിരിക്കാം. പക്ഷെ അതിനൊക്കെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്നാമത് അയാളുടെ വീട്ടുകാരെ തേടി കണ്ടുപിടിക്കണം. അബ്നോർമൽ ആണെന്ന് സർട്ടിഫൈ ചെയ്യണം. പിന്നെ അങ്ങനെ കുറെ നൂലാമാലകളും. എനിവേ, ഇറ്റ്സ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എ കേസ് ഓൾ ടുഗദർ.
ഞങ്ങൾ ഒരുമിച്ച് പോവാൻ തീരുമാനിച്ചിരിക്കുക. അവര് പോയിട്ട് ഞങ്ങൾ മാത്രം എന്തിനാ ഇവിടെ? ഞങ്ങൾ അത്രത്തോളം അടുത്ത്. അവരെവിടെ? ഫോൺ ചെയ്യാൻ പോയിരിക്കുക. അവൻ ലോകപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു, ഒരു കോൺസ്റ്റബിളിനെ കൊന്നിട്ട്. എന്തായാലും അവർ വന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ വരുന്നവരെ എങ്ങും പോകരുത്. இங்க போன் பண்றதுக்கு வந்த கப்பல் போயிட்டாங்க சார். இப்படத்தில் நீங்கள் காணும் கொலையாளி உன்னி என்பவரை நேரில் கண்டாலோ அல்லது இவரை பற்றிய தகவல் தெரிந்தாலோ உடனே காவல்துறையை தொடர்பு கொள்ளவும்.
ചെയ്യുന്നു